എനിക്ക് ആദ്യമേ ആ ചേച്ചിയെ സംശയം ഉണ്ടായിരുന്നു. ഇന്നവന്റെ അന്ത്യമാണ്. വിളിക്കവനെ. എന്താ രാമേന്ദ്ര പ്രശ്നം? അപ്പൊ ഒന്നും അറിഞ്ഞില്ലേ? പ്രശ്നം പറഞ്ഞാൽ ഭയങ്കര തമാശയാ. ആള് മാറിപ്പോയി. ഇതിനുള്ള സ്കില്ലില്ലാത്ത ായിട്ടുള്ള ബിസിനസ്സുകാരാ ഈ കസ്റ്റമറുടെ പുറകെ നടന്ന്. ഇന്റെ അല്ലാ, എടാ പഹയ ഒരു റൂട്ട് പറഞ്ഞാൽ നിന്നെ തന്നെ ചാമ്പുക. അന്തസ്സായിട്ട് ജീവിക്കണം. റാസ്കൽ പോടാ കളിക്കാൻ. തെണ്ടിയല്ല ജീവിക്കണ്ടേ. ആ മര്യാദയ്ക്ക് സർവീസ് കൊടുത്തിട്ട് അവന്റെ പുറകെ കിടക്കുക താങ്ങിക്കൊണ്ട് കാശ് തരാനെന്നും പറഞ്ഞ്. മോട്ടിവേഷൻ എന്നൊക്കെ പറഞ്ഞ് ക്ഷണിച്ചു വരുത്തി മുഖത്ത് നോക്കി പച്ച തെറി പറഞ്ഞാലോ? നാണമില്ലയോടാ നിനക്കൊക്കെ. ഇതെന്താ ഇങ്ങനെ? അത് തന്നെയാണ് ഞാനും ചോദിക്കുന്നത്. ബിസിനസ് മോട്ടിവേറ്റർ അനിൽ ബാലചന്ദ്രന്റെ തെറി മോട്ടിവേഷൻ പരിപാടിയാണ് ജനം പൊളിച്ച് കയ്യിൽ കൊടുത്തത്. എന്റെ ഐഡിയ പോയി. നിന്റെ ഐഡിയ നിന്നെ പട്ടി. തെണ്ടികളായിട്ടുള്ള ബിസിനസ്സുകാരാ ഈ കസ്റ്റമറുടെ പുറകെ നടന്ന് തെണ്ടുന്ന. അത് ഞാൻ ഒന്നുകിൽ സീരിയസ് അല്ലെങ്കിൽ ഞാൻ ഭയങ്കര കൂറ. നിങ്ങൾ 1 മണിക്കൂർ ഞങ്ങളെ ഇവിടെ വെയിറ്റ് ചെയ്യിച്ചില്ല. ചോദ്യം ചോദിച്ച ഒറ്റ തൊഴിൽ വെച്ച് തരും. ഇയാൾ തുടരെ തെറിവിളി നടത്തിയതോടെ പരിപാടിക്ക് എത്തിയവർ ബഹളം വെക്കുകയായിരുന്നു. പിന്നീട് സംഘാടകർ ഇടപെട്ട് പരിപാടി നിർത്തിവെച്ചു. ഞാൻ പറയട്ടെ, നീ ഒന്നും പറയണ്ടടാ. എടോ തന്നെ വിളിച്ചോ ഞാൻ. ശരി ശരി ശരി. സംഗതി അയാൾക്കൊരുത്താക്കരുത്. ചേട്ടൻ വന്നേ ഒരു സ്വകാര്യം പറയട്ടെ. ഒടുവിൽ കാണികളുടെ രോഷത്തിൽ നിന്ന് വളരെ പണിപ്പെട്ടാണ് അനിൽ ബാലചന്ദ്രനെ സംഘാടകർ പുറത്തെത്തിച്ചത്. കാരണം ഒരുപാട് ലേഡീസ് ആയിട്ടുള്ള ആൾക്കാർ പോലും ഉണ്ട്. അവരൊന്നും മുന്നിൽ ഉപയോഗിക്കാൻ പറ്റാത്ത രീതിയിലുള്ള വാക്കുകളൊക്കെയായിരുന്നു തെറി വിളിക്കുന്നത്. എന്തൊക്കെയോ ഹോബികളാണ്. ഈ ചേട്ടന് തിരിച്ചു കൊടുക്കാനുള്ള പൈസ ഞാൻ തന്നേക്കാം. ഒന്ന് പോയി തരുമോ പ്ലീസ്? റാങ്ക് പറയും അപ്പ കേട്ടാ മതി, റാങ്ക് കാണിക്കും അപ്പ കണ്ടാ മതി. എടോ തനിക്കെന്താണോ? ആ ഒരു മെത്തേഡ് കൊണ്ടാണ് ജനങ്ങൾ അദ്ദേഹത്തെ ഇറക്കി വിടേണ്ടി വന്നത്. അതിപ്പോ പ്രത്യേകം പറയാനുണ്ടോ? കലിപ്പ് തീരും വരെ ഞാൻ നാണം കെടുത്തും കേട്ടോ. അരിയും തിന്ന് ആശാച്ചിനും കടിച്ച് പിന്നെ നായ്ക്ക് ഞാൻ മുറിമുറിച്ചു. ഇനി ഞാൻ പറയുന്നതാ ടേംസ് ആൻഡ് കണ്ടീഷൻ. ഞാൻ പറയുന്നേ നടക്കൂ. എന്ത് പാടോ ഇതല്ലാതെ വേറെ എന്തെങ്കിലും മാസങ്ങൾക്ക് മുന്നേ കിട്ടിയടോ ഇന്നത്തെ പൈസ. എനിക്ക് തോന്നി ഇപ്പൊ ഞാൻ പൈസ മേടിച്ചില്ലായിരുന്നെന്ന് ഇരിക്കട്ടെ, ഉച്ചയ്ക്ക് ഞാൻ വെച്ച ജാട വല്ലതും കാണിക്കാൻ പറ്റുമോ? എന്താ ഉച്ചയ്ക്ക് ഞാൻ ജാട കാണിച്ചേ? ഓൾറെഡി കിട്ടാനുള്ള എന്റെ വെട്ടി വീണു. പുള്ളി ഒരു തരം പ്രതികാരദാഹിയെ പോലെയാണ് ഇതാക്കുന്നത്. ഇപ്പോഴും പ്രതികാരം തന്നെയാണ് എല്ലാത്തിലും. ഒരു കയ്യബദ്ധം നാറ്റുകരുത്. ഇത്ര ജാട തെണ്ടി വേറെ ഇല്ല എന്ന് ഈ സംഘാടകരുടെ മനസ്സിലുണ്ട്. ഇല്ലെങ്കിൽ ഞാൻ ഇവിടെ നിന്ന് അങ്ങോട്ട് ഇറങ്ങിയിട്ട് ഞാനൊരു വീഡിയോ ചെയ്യും. അത് നിങ്ങൾക്ക് ഭയങ്കര ദോഷം ചെയ്യും.